ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വറുത്ത അരിപ്പൊടി കൊണ്ട് നല്ല സോഫ്റ്റായ ഒരു പുട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. അതിനോടൊപ്പം തന്നെ അടിപൊളി രുചിയിലൊരു മുതിര താളിച്ചതും വളരെ രുചിയുള്ള ഒരു കറിയാണ്. നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഞാനിവിടെ ഒരു കുക്കറിലേക്ക് 250 ml ഒരു കപ്പ് മുതിര ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് നമുക്ക് പൈപ്പൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കഴുകിയിട്ട് അരിച്ചിട്ട് എടുക്കണം. ഞാനിവിടെ നന്നായി കഴുകിയതിന് ശേഷം കല്ലൊക്കെ അരിച്ച് കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ കുക്കറിൽ മുതിര വേവിക്കാൻ വെക്കുന്നത്. 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഇത് വേവിക്കാനായിട്ട് വെക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്കിത് കുക്കറിൽ വേവിക്കാനായിട്ട് ഒരു 6 വിസിൽ അടിച്ചതിന് ശേഷമാണ് കേട്ടോ എനിക്കിത് വെന്ത് കിട്ടിയത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. മുതിര താളിക്കാനായിട്ട് ഞാനിവിടെ ഒരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. കുറച്ചധികം തന്നെ ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 15ഓളം ചുവന്നുള്ളിയും ഒരു 10ഓളം വെളുത്തുള്ളി അല്ലിയും. ചെറുതായതിനാലാണ് കേട്ടോ ഇത്ര അധികമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ഇനി നമുക്ക് അടുപ്പിലേക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഓയിലാണെങ്കിൽ അത് മതി കേട്ടോ. അതും നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ വറ്റൽമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് മിക്സിയിലിട്ട് നന്നായി ചതച്ചതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മുടെ മുതിര നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. ഇങ്ങനെ നന്നായി വെന്ത് വന്നാലേ മുതിരയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് കുക്കറിൽ നിന്ന് ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് ഇവിടെ ഇരുന്ന് നമുക്കൊന്ന് തിളക്കാനായിട്ട് വെക്കാം. തീ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷമാണ് കേട്ടോ ഞാനിത് വെച്ച് കൊടുത്തത്. മുതിര ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ തന്നെ നന്നായിട്ട് പെട്ടെന്ന് തിളച്ച് കിട്ടി. ഉപ്പ് കുറവുള്ളതിനാൽ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊന്ന് തിളച്ചതിന് ശേഷം തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നല്ല സോഫ്റ്റായ പുട്ട് റെഡിയാക്കാം. ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ പൊടിച്ചെടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണെങ്കിൽ ആ പൊടി കൊണ്ട് പുട്ടുണ്ടാക്കിയാൽ ഹാർഡായി പോവും, ചിലപ്പോൾ കട്ട കുത്തും. അങ്ങനെയൊന്നുമില്ലാതെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടാൻ ഞാൻ പറഞ്ഞു വരുന്നത് പോലെ ചെയ്താൽ മതി കേട്ടോ. ഞാനിവിടെ 3 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് പൊടിയെടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുത്തതിന് ശേഷം 250 ml 2 കപ്പ് ചോറ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ടൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വളരെ സോഫ്റ്റായിട്ട് അരച്ചെടുത്ത നമ്മുടെ ഈ ചോറ് നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അരിപ്പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ചോറ് ഇട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കാം. ഇനി നിങ്ങൾക്ക് നനവ് കുറവാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 1/4 കപ്പിൽ വെള്ളമെടുത്ത് അതിലേക്ക് ഉപ്പിട്ട് കലക്കിയതിന് ശേഷം ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഈ കാണിക്കുന്ന പോലെ എൻ്റെ അരിപ്പൊടിക്ക് ഒരിത്തിരി നനവ് കുറവുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. ഇനി വെള്ളമൊന്നും വേണ്ട. നമുക്ക് നല്ല സോഫ്റ്റായ പുട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് പുട്ടും കുറ്റിയെടുത്ത് അതിന് ചില്ലൊക്കെ ഇട്ടതിന് ശേഷം അരമുറി തേങ്ങ ചിരവി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് പുട്ടും കുറ്റിയുടെ ചില്ലിൻ്റെ അടിയിലേക്ക് കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം
നമുക്കൊരു 2 കൈ പുട്ട് പൊടി വാരിയെടുത്ത് നമുക്ക് ഈ പുട്ടും കുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് കുറച്ച് തേങ്ങ കൂടി ഇതിലേക്ക് ഇടുക. എന്നിട്ട് വീണ്ടും നമുക്ക് കുറച്ച് പുട്ടുപൊടി വാരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം, കുറച്ച് പുട്ടുപൊടി വാരി ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെയാണ് കേട്ടോ പുട്ട് തയ്യാറാക്കാറുള്ളത്. നിങ്ങളുടെ വീട്ടിലെ പുട്ടും കുറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മീതെ ഒരു ഓട്ടയുള്ള ഒരു പാത്രമുണ്ട്, അത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം. എന്നിട്ട് ഞാൻ ഈസി കുക്കിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. വെള്ളമെല്ലാം വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്ക് പുട്ട് ചുട്ടെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും പുട്ട് കുറ്റിയിൽ നിന്നും ആവി വന്ന് തുടങ്ങും. നല്ല ആവി വന്നു കഴിഞ്ഞാൽ നമുക്ക് പുട്ട് കുത്തിയിട്ട് കൊടുക്കാം. വറുത്ത അരിപ്പൊടി വെച്ചിട്ട് തന്നെ നമുക്ക് വീട്ടിൽ വളരെ സോഫ്റ്റായിട്ട് പുട്ട് തയ്യാറാക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് ചോറാണ്. ചോറ് വെച്ചിട്ട് ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റായ പുട്ടായിരിക്കും നമുക്ക് ലഭിക്കുക. വളരെ രുചിയുള്ള ഒരു പുട്ടുമാണിത്. നിങ്ങൾ ഇതുപോലെ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ എൻ്റെ പുട്ടും മുതിരയും ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിരിക്കുകയാണ്. മുതിരയാണെങ്കിൽ ഈ മഴക്കാലത്ത് നമുക്ക് കൈകാൽ കടച്ചിലിനൊക്കെ ഏറ്റവും നല്ല ഒന്നാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. Okay, bye bye. Thank you for watching.